ഹലോ ഗൈസ്, വെൽക്കം ടു കൃഷ്ണൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാർവൽ DC ഹോളിവുഡുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നേരെ വീട്ടിലോട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ മാർവൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ RDJ വന്ന് ഡോക്ടർ ഡൂമായിട്ട് കാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നെക്സ്റ്റ് വരാൻ പോകുന്ന അവഞ്ചേഴ്സ് മൂവീസിൻ്റെ റിലീസ് ഡേറ്റും കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് 2026 വന്ന് നമ്മുടെ ഡൂംസ് ഡേയും 2027 വന്ന് സീക്രട്ട് വാർസും വരാൻ പോകുന്നുള്ള കാര്യം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ രണ്ട് മൂവീസിൻ്റെ ഇടയിലായിട്ട് ചില മൂവീസും വരും എന്നുള്ള കാര്യവും ഇപ്പോൾ റൂമേഴ്സിലുണ്ട്. അതായത് അത് വന്ന് ഒരു ബാറ്റിൽ വേൾഡിൻ്റെ ഡോക്ടർ ഡൂം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സ്റ്റോറി ആയിരിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു ബാറ്റിൽ വേൾഡ് സ്റ്റോറിയിലായിരിക്കും നമ്മുടെ സ്പൈഡർമാൻ 4 വരാൻ പോകുന്നതാണ് പറയുന്നത്. സോ എത്രത്തോളം സത്യം എന്ന് അറിഞ്ഞുകൂടാ. ആൻഡ് ഈ ഒരു സ്പൈഡർമാൻ 4 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടർ ഡൂം വന്ന് ഈ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ടോബിയുടെ വേൾഡും ആൻഡ്രൂവിൻ്റെ വേൾഡും നമ്മുടെ ടോമിൻ്റെ വേൾഡ് ഇതെല്ലാം കൂടി ഒരുമിച്ച് വിട്ടു കൊടുക്കുമെന്നാണ് പറയുന്നത്. സോ ആ ഒരു വേൾഡിലേക്കും ഈ ഒരു സ്പൈഡർമാൻ 4 നടക്കുമെന്നാണ് പറയുന്നത്. അപ്പം അതായത് എല്ലാ സ്പൈഡർമാന്മാരും ഒരുമിച്ച് ഒരു സ്റ്റോറി ആയിരിക്കും സ്പൈഡർമാൻ 4 വരുന്നതെന്നാണ് പറയുന്നത്. സോ എത്രത്തോളം ഒരു സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് കേൾക്കാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ബട്ട് നമ്മളിപ്പം ഈ നോവേ ഹോമിൽ കണ്ടതുള്ളവരെയൊക്കെ വീണ്ടും ഒന്നും കൂടെ കാണുന്നത് എൻ്റെ കുറച്ച് ഓവറായതുപോലെ ഞാൻ തോന്നുന്നു. സീക്രട്ട് വാർസിൽ വന്നാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ബട്ട് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇത് മാത്രമല്ല, ഈ ഒരു സ്റ്റോറിയിലായിരിക്കും നമ്മുടെ മൈൽസ് മൊറാലസും വരാൻ പോകുന്നൊക്കെയാണ് പറയുന്നത്. സോ മൈൽസ് മൊറാലസ് എവിടെ നിന്ന് വരുമെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് ചിലപ്പോൾ അൾട്ടിമേറ്റ് എർത്തിന് വരാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സോണിയിൽ കണ്ട ഒരു അനിമേഷൻ ഇതില്ലേ, സോ അതിൽ നിന്ന് കൊണ്ടുവരാനും ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് വേറെ റൂമറുണ്ട്, നമ്മുടെ ഡോക്ടർ ഡൂം വന്ന് നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാനെ കൊല്ലൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് എന്താ പറയുക, നമ്മുടെ RDJ അത് ക്യാരക്ടറിനെ കൊല്ലുമെന്ന് പറയുന്നുണ്ട്. സ്പൈഡർമാൻ ഒരു വലിയ സാക്രിഫൈസ് ഒക്കെ ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. സോ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് കേൾക്കാൻ എന്താ പറയുക, കേൾക്കുമ്പോൾ തന്നെ ഒരു വിഷമമായിട്ട് തോന്നുന്നു. സോ നടക്കാതെ ഇരുന്നാൽ കൊള്ളാം. എനിക്ക് തോന്നുന്നില്ല സോണി സമ്മതിക്കുമെന്ന്. പിന്നെ ഒന്ന് നമ്മുടെ ക്രിസ് ഇവാൻസ് വന്ന് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഡെഡ്പൂൾ 3 ജോണി സ്ട്രോമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിലാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇനി നിങ്ങൾ ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് തിരിച്ചു വരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ് ഇവാൻസ് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പുള്ളി ഒന്നും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെയാണ് പറഞ്ഞത്. ബട്ട് എന്തായാലും ക്രിസ് ഇവാൻസ് ഉറപ്പായിട്ട് വരും ക്യാപ്റ്റൻ അമേരിക്ക സീക്രട്ട് വാർസിൽ എന്തായാലും ഉണ്ടാകും. ബട്ട് അത് വയസ്സായ ക്യാപ്റ്റനാണോ അല്ലാതെ യങ് ക്യാപ്റ്റനാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് ഉറപ്പായിട്ട് ഡോക്ടർ ഡൂം വേഴ്സസ് ക്യാപ്റ്റൻ അമേരിക്ക ഒരു ഫൈറ്റ് ഉണ്ടാവും. ഫൈറ്റാണോ അല്ലെങ്കിൽ ഒരു ഇൻട്രാക്ഷനോ എന്തെങ്കിലും ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ ഒന്ന് ഡെഡ്പൂൾ 3 ആണെങ്കിൽ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ ഏകദേശം 800 മില്യണോളം എടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഡെഡ്പൂളിൻ്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് മൂവി ഒക്കെ കടത്തി വെട്ടിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് ഈ പടം 1 ബില്യൺ അടിക്കുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഒന്ന് DC സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ സൂപ്പർമാൻ മൂവിയുടെ ഷൂട്ടിംഗ് ഒക്കെ ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനിയിപ്പം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് മാത്രമേ ഉള്ളൂ. ജെയിംസ് ഖാൻ ആണെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ചിലപ്പം ഈ മൂവിയുടെ ഫസ്റ്റ് ലുക്ക് ടീസർ വരാനും ചാൻസസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. സോ ജെയിംസ് ഖാൻ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും വലിയൊരു പ്രതീക്ഷയുണ്ട്. വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് മാത്രമല്ല, നമ്മുടെ പീസ് മേക്കറിൻ്റെ സീസൺ 2 വർക്കും ഉടനെ സ്റ്റാർട്ടാവുമെന്നാണ് പറയുന്നത്. സോ ഞാൻ പീസ് മേക്കർ സീസൺ 2 വേണ്ടി വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ വന്ന് ഈ ഒരു DCUവിൽ വന്ന് ഈ ഒരു ബൂസ്റ്റർ ഗോൾഡുമായി ബന്ധപ്പെട്ട് ഒരു സീരീസ് വരാൻ പോകുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. സോ ആരാണ് ബൂസ്റ്റർ ഗോൾഡായിട്ട് അഭിനയിക്കപ്പെടുന്നതെന്ന് ആർക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പം വന്ന് ഈ ഒരു ബൂസ്റ്റർ ഗോൾഡിൻ്റെ ഒരു വർക്ക് ജെയിംസ് ഖാൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഈ ബൂസ്റ്റർ ഗോൾഡായിട്ട് നമ്മുടെ ഇറ്റേണൽസ് മൂവിയിൽ കിങ്കോ ആയിട്ട് കണ്ട ആക്ടറല്ലേ, സോ അദ്ദേഹമായിരിക്കും വരാൻ പോകുന്നതൊക്കെയാണ് റൂമേഴ്സിലുള്ളത്. കൺഫേം അല്ല, റൂമറാണ്. ആൻഡ് ഈ റൂമർ ഉണ്ടാക്കിയതാരെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൂ ബീറ്റിൽ ആക്ടറാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിഞ്ഞുകൂടാ. ബട്ട് ഉറപ്പായിട്ടും ബൂസ്റ്റർ ഗോൾഡ് സീരീസ് ഉടനെ വരും. സോ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ടെന്നൊക്കെയാണ് അറിയുന്നത്. ആൻഡ് ഇനി വന്ന് ഹോളിവുഡ് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഹൗസ് ഓഫ് ദ ഡ്രാഗൺസിൻ്റെ സീസൺ 2 കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു തരക്കേടില്ലാത്ത സീസൺ എന്ന് പറയാം. പ്രത്യേകിച്ച് ആ ഒരു എൻഡിങ് ഒക്കെ സൂപ്പറായിരുന്നു. നമ്മുടെ ആ ഒരു ഡേമോന് വന്ന് ഒരു വിഷയം പറഞ്ഞതും ഈ വൈറ്റ് വാക്കേഴ്സിനെ കാണിക്കുന്നതും ആൻഡ് പ്രോമിസ്ഡ് പ്രിൻസ് വന്ന് നമ്മുടെ ഡെനേറീസിനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ജോൺ സ്റ്റോയെ ആര്യ സ്റ്റാക്ക് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ബട്ട് ഡെനേറീസിനെ പറഞ്ഞ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് എന്തായാലും കൊള്ളാനും കുഴപ്പമില്ലാത്തൊരു സീസണായിരുന്നു. ആൻഡ് ഇനി സീസൺ 3 ഇനി ഒരു ബാറ്റിൽ സ്റ്റാർട്ടാകാൻ പോകുന്നത്. ആൻഡ് അത് വന്നൊരു 2027 ആവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു സീസൺ 2 റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറഞ്ഞേക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻ പറഞ്ഞേക്കുക. പിന്നെ ഒന്ന് സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 2 ഒരു ഫസ്റ്റ് ലുക്ക് ടീസർ വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സീരീസ് വന്ന് ഈ ഒരു സീസൺ 2 വന്ന് ഡിസംബർ മാസമാണ് വരാൻ പോകുന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. ആൻഡ് സീസൺ 3 ഫൈനൽ സീസൺ എന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ആൻഡ് പിന്നെ വന്ന് നമ്മുടെ ലാസ്റ്റ് ഓഫ് അസിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ടീസർ വന്നിട്ടുണ്ട്. സോ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് ഇതിനു വേണ്ടി.
അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഏത് അപ്ഡേറ്റ് കേട്ടപ്പോഴാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതിന് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാനെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് തന്നെ കാണിക്കും മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.